Hi, cool moms and dads. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം 8 to 9 months ബേബി ഡയറ്റ് പ്ലാൻ. അതായത് 8 മാസത്തിലും 9 മാസത്തിലും കുട്ടികൾക്ക് ഏതൊക്കെ സമയത്ത് ഭക്ഷണം കൊടുക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഈ ഡയറ്റ് പ്ലാനിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഡയറ്റ് പ്ലാൻ കാണാം. 8 മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടികൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് തുടങ്ങുന്ന ടൈമാണ്. അപ്പം നമുക്ക് അവർക്ക് 3 മീൽസും അതുപോലെ 1-2 സ്നാക്സും കൊടുക്കാവുന്നതാണ്. ഇനി 8 മാസത്തിൽ വരുത്തേണ്ട ഒരു പ്രധാന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 6-7 മാസത്തിൽ ഫുഡ് അരച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ 8 മാസം മുതൽ നമ്മൾ ഫുഡ് ഉടച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പൊട്ടറ്റോ മാഷറോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫോർക്ക് കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ കൊണ്ടാണെങ്കിലും നന്നായിട്ട് ഉടച്ച് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ നമ്മൾ വീണ്ടും അരച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ അവർ വലുതാകും തോറും അവർക്ക് ഫുഡ് ഉടച്ച് കൊടുക്കുമ്പോൾ അത് കഴിക്കാൻ ബുദ്ധിമുട്ട്, കഴിക്കുമ്പോൾ കാണിക്കൽ അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് ഉടച്ച് കൊടുക്കലെന്നുള്ള കാര്യം തുടങ്ങാൻ പറ്റിയ ടൈമാണ് ഈ 8 മാസം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ ഫുഡ് ഉടച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു കഴിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും, ചിലപ്പോൾ കാണിക്കണ പോലെ കാണിക്കും. അപ്പോൾ നമ്മൾ ഒട്ടും പേടിക്കാനില്ല. അധികം തരിയൊന്നും ഉണ്ടാവാതെ ഉടച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ നമ്മൾ പിന്നെയും എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് കഴിക്കാറായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അരച്ച് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ടൈമിലാകുമ്പോഴത്തേക്ക് അവർക്ക് ചെറുതായിട്ട് കടിക്കാനും അതുപോലെ പല്ലൊക്കെ വരുന്ന ടൈമല്ലേ, അപ്പോൾ ചെറിയ ഫുഡിൻ്റെ കഷ്ണങ്ങൾ കടിക്കാനും ഒക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ചോറ് കൊടുത്തു തുടങ്ങാം, അതുപോലെ നെയ്യ് കൊടുത്തു തുടങ്ങാം, പനീർ കൊടുത്തു തുടങ്ങാം. അങ്ങനെ ഒരുപാട് പുതിയ ഫുഡുകൾ കൊടുത്തു തുടങ്ങാവുന്നതാണ്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഫുഡും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. അതായത് ഇഡ്ഡലി, ദോശ, ഉപ്പുമാവ് അങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള എന്ത് സാധനം വേണമെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകളെല്ലാം കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ്. അതുപോലെ സ്പൈസസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാൻ പറ്റിയ ടൈമാണ് 8 മാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ 8 മാസത്തിലെ ഫുഡ് ചാർട്ട് പോയി നോക്കിയിട്ട് എന്തൊക്കെ സ്പൈസസ് കുട്ടിക്ക് കൊടുക്കാൻ നോക്കിയിട്ട് അതെല്ലാം ഫുഡിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മുടെ കുട്ടികൾക്ക് എല്ലാ ടേസ്റ്റുള്ള ഫുഡ് കൊടുത്താൽ മാത്രമേ അവർ 1 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും കഴിക്കാനായിട്ട് റെഡിയാകുള്ളൂ. അപ്പോൾ നമ്മൾ എരിവ് കൊടുക്കാതെയും അതുപോലെ വേറെ ടേസ്റ്റുള്ള ഫുഡ് കൊടുക്കാതെയും ഒന്നും ഇരിക്കരുത്. അപ്പോൾ ഫുഡ് ചാർട്ടിൽ നോക്കുക 8 മാസത്തിൽ എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നതെന്ന്, എന്നിട്ട് അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫുഡ് കൊടുത്താലും, അതായത് 6 മാസത്തിലും 7 മാസത്തിലും അവർ ഫുഡ് കഴിച്ചു തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ നമുക്കൊരു ഹോൾസം ഡയറ്റ് കൊടുക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷേ 8 മാസത്തിൽ നമുക്ക് എല്ലാം അടങ്ങിയ ഡയറ്റാണ് കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങേണ്ടത്. അപ്പോൾ അതിനകത്ത് റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ ഞാൻ നേരത്തെ ഫുഡ് ചാർട്ടിലൊക്കെ എപ്പോഴും പറയുന്ന പോലെ കുട്ടികൾക്ക് എല്ലാ ഫുഡും എല്ലാ ദിവസവും കൊടുത്തെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. പിന്നെ നമ്മൾ ഒരേ കുറുക്ക് തന്നെ ഒരേ ദിവസം കൊടുക്കുക, അതുപോലെ തന്നെ 3 നേരം ഒരേ ഫുഡ് തന്നെ കൊടുക്കുക. അങ്ങനെ കൊടുക്കാതെ മാറി കൊടുക്കാൻ എന്നിട്ട് ശ്രദ്ധിക്കണം. പിന്നെ 8 മാസത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത്, അവർ ചിലപ്പോൾ മുട്ടിലെഴയാനോ അല്ലെങ്കിൽ നീന്തി നടക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് കാഴ്ചകൾ കാണാനും അതുപോലെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ആയിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കുറവായിരിക്കും. എന്നാലും നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ മാത്രമേ അവർക്ക് കളിക്കാൻ കൊടുക്കുക, അല്ലാതെ അവരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി നമ്മൾ TV വെച്ച് കൊടുക്കുക, മൊബൈൽ കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ അവർക്ക് വേണമെങ്കിൽ 2-3 സ്പൂണോ പാത്രങ്ങളോ ഒക്കെ കൊടുക്കുക. അപ്പോൾ അവർ ഫീഡ് ചെയ്യുന്ന ടൈമിൽ അതുകൊണ്ട് കളിച്ചോട്ടെ. പക്ഷെ ഫീഡിങ്ങുമായിട്ട് ബന്ധമില്ലാത്ത സാധനങ്ങൾ കൊടുക്കരുത്. നമ്മളിപ്പോൾ കുറച്ച് സമയത്തേക്ക് അവർ എന്തെങ്കിലും പാട്ട് കണ്ടു കഴിഞ്ഞാൽ അവർ ഫുഡ് കഴിക്കുമെന്ന് ആലോചിച്ചിട്ട് നമ്മൾ ഒന്ന് മൊബൈൽ കൊടുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്കതൊരു ഹാബിറ്റായി മാറും. പിന്നെ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് 8 മാസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡയറ്റ് ചാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ 8 മാസത്തിൽ നമ്മൾ 1 വയസ്സാകുന്നവരെ കുട്ടികൾക്ക് പ്രൈമറി ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അവർക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകും. വളരുന്ന പ്രായം എല്ലാത്തരം ഫുഡും കഴിക്കണം. പക്ഷേ ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യണം. ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിക്കളയരുത്, കുറച്ചും കളയരുത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 8:30 ആകുമ്പോഴത്തേക്കാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇഡ്ഡലി, ദോശ, നൂൽപുട്ട്, ഉപ്പുമാവ്
ഉപ്പുമാവ്, അങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന എന്തും കൊടുക്കാം. നമ്മളപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഉപ്പും എരിവും ഒക്കെ കുറച്ചിട്ട് ഉണ്ടാക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ പലഹാരങ്ങളും കുട്ടികൾക്ക് കുറച്ചെങ്കിലും കൊടുത്തു നോക്കുക. എന്നിട്ട് അവരത് കുറച്ചേ കഴിക്കുന്നുള്ളെങ്കിൽ നമുക്ക് അതിന് പകരം നമുക്ക് കുറുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ എന്തായാലും കുട്ടികൾക്ക് കുറച്ച് അളവിലെങ്കിലും കൊടുത്തു നോക്കണം. എന്നാലേ അവർക്ക് ആ ഒരു ടേസ്റ്റ് മനസ്സിലായിട്ട് നമ്മൾ പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിട്ട് വരുള്ളൂ. അപ്പോൾ അത് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് റാഗി കുറുക്ക്, റൈസ് കുറുക്ക്, അതുപോലെ ബനാന കുറുക്ക്, ഓട്സ് കുറുക്ക്, ബാർലി കുറുക്ക്, അങ്ങനെ നമ്മൾ 6-7 മാസത്തിൽ കൊടുത്തിരുന്നതൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ കുറുക്ക് കൊടുക്കണം എന്നില്ല. നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ തന്നെ ഒരു ഇഡ്ഡലി ഒരു ദോശയൊക്കെ തിന്നുവാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ കുറുക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ കുട്ടി അത് കഴിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിന് കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടിക്ക് കുറുക്കുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് കുട്ടികൾക്ക് ഈ 3 മീൽസിനോടൊപ്പം തന്നെ എന്തെങ്കിലും സ്നാക്സ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുട്ടികൾക്ക് മാഷ്ഡ് ബനാനയോ, അപ്പോൾ നേരത്തെ നമ്മൾ അരച്ചാണ് കൊടുത്തിരുന്നത്, ഇപ്പം നമ്മൾ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ആപ്പിൾ വേവിച്ച് മാഷ് ചെയ്തത്, ചിക്കു, അതുപോലെ പപ്പായ, ഇതൊക്കെ മാഷ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുക്ക് ചെയ്തിട്ട്, അതായത് വേവിച്ച് ഉടച്ച വെജിറ്റബിൾസ് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് യോഗേർട്ട് കൊടുക്കാം കുട്ടിക്ക്. അപ്പോൾ യോഗേർട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കുട്ടി നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ ഒരു 1/2 കപ്പിൽ കൂടുതൽ യോഗേർട്ട് കേടൊന്നും ഒരു ദിവസം കൊടുക്കരുത്. കാരണം കൂടുതൽ കാൽസ്യം അവർക്ക് ചെന്ന് കഴിഞ്ഞാൽ അയൺ ഇൻടേക്ക് കുറയും. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസ് ഉണ്ടാകും. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ദിവസം ഡയറ്റിൽ ഇത്ര കാൽസ്യം ഉണ്ടാകും. അപ്പോൾ ഒരുപാട് കൂടുതൽ കൊടുക്കരുത്. യോഗേർട്ട് കുട്ടിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ 3 നേരമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരു നേരം. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഉച്ചയ്ക്കും അത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു യോഗേർട്ട് ഈ ടൈമിൽ കട്ട് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം കൊടുത്താലും മതി. പിന്നെ പാൻ ഫ്രൈഡ് പനീർ, നമ്മുടെ പനീർ ക്യൂബ്സ് എടുത്തിട്ട് ചെറുതായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് പാനിൽ ഫ്രൈ ചെയ്ത് അത് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ചെറിയൊരു സ്നാക്ക്, ചെറുതായിട്ടൊന്ന് വിശപ്പ് മാറാൻ വേണ്ടി ചെറിയൊരു സ്നാക്ക് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കാവുന്നതാണ്. ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ലഞ്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ലഞ്ചിന് കൂടുതലായിട്ടും റൈസ് ഐറ്റംസ് ആണ് കൊടുത്തുകൊണ്ടിരുന്നിരുന്നത്. അതായത് നമ്മൾ അതിന് മുമ്പത്തെ ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറുക്കുകളാണ് കൊടുത്തത്. അപ്പോൾ ചില കുട്ടികൾക്ക് പെട്ടെന്നൊരു ട്രാൻസിഷൻ എളുപ്പമായിരിക്കില്ല, അവർ കുറുക്ക് കഴിച്ചിട്ട് പെട്ടെന്ന് റൈസ് കഴിച്ചോളണം എന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ അത് മാറ്റിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മൾ റൈസ് കൊടുത്തു നോക്കിയാൽ മതി. അപ്പോൾ റൈസ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തരിയാണെങ്കിലും എന്ത് റൈസ് ആണെങ്കിലും നമ്മൾ റൈസോ കഞ്ഞിയോ മാത്രം ഒരിക്കലും കുട്ടിക്ക് കൊടുക്കരുത്. അതുപോലെ കഞ്ഞി നെയ്യ് മാത്രം കൊടുക്കരുത്. നമ്മൾ ചോറോ കഞ്ഞിയോ ഒക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചിലവർ കേടും ചോറ് മാത്രം കൊടുക്കാറുണ്ട്. നെയ്യ് ചോറ് മാത്രം കൊടുക്കും, ചിലപ്പോൾ കഞ്ഞി നെയ്യ് മാത്രം കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നത് കുട്ടികൾക്ക് ഒരു ശരിയായിട്ടുള്ള പോഷകം കിട്ടാനായിട്ട് സഹായിക്കില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എപ്പോഴും കുറച്ച് വെജിറ്റബിൾസ്, 2 ക്യാരറ്റോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും 2-3 വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അവർക്ക് ഒരുപാട് പോഷകങ്ങൾ ഒന്നിച്ച് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നില്ലേ മാഷ്ഡ് കേർഡ് റൈസ് കൊടുക്കുക, അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും 2 വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മാഷ്ഡ് വെജിറ്റബിൾ റൈസ് കൊടുക്കാം, ദാൽ റൈസ് വിത്ത് വെജിറ്റബിൾസ് കൊടുക്കാം. പിന്നെ നമ്മുടെ പൊട്ടറ്റോ റൈസ്, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് റൈസുമായിട്ട് മിക്സ് ചെയ്ത് മാഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് അതുപോലെ റൈസുമായിട്ട് മിക്സ് ചെയ്ത് മാഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ കുട്ടി കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമ്മുടെ കറിയിലെ കഷ്ണങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ബ്രോക്കൺ വീറ്റ് ഉപ്പുമാവില്ലേ, അതൊക്കെ കൊടുക്കാം. അതായത് നമ്മുടെ ബ്രോക്കൺ വീറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചില കുട്ടികൾക്ക് വീറ്റ് അലർജി ഉണ്ടാകും. ചില കുട്ടികൾക്ക് എക്സിമ, ആസ്മ അല്ലെങ്കിൽ അലർജിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ വീറ്റ് അലർജി, എഗ്ഗ് കൊടുക്കുമ്പോൾ എഗ്ഗ് അലർജി, ഇതൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട്. പിന്നെ ഗീ റൈസ് കൊടുക്കാം, മാഷ്ഡ് വെജിറ്റബിൾസ് കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ ഇതൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നമുക്ക് കുറുക്ക് കൊടുക്കാം. അങ്ങനെയുള്ള ലഞ്ച് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചില കുട്ടികളാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വലിയ താല്പര്യം കാണിക്കില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഒക്കെ ഒരു 4:30 ആകുമ്പോൾ സ്നാക്സ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈഡ് പനീറോ, ഞാൻ ഓട്സ് പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ
ബനാന പാൻ കേക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ആ മാസം മുതലാണെങ്കിൽ നമുക്ക് എഗ്ഗൊക്കെ കൊടുത്തു തുടങ്ങാം. അപ്പോൾ ആ ബനാന പാൻ കേക്കിൽ ബനാനയും എഗ്ഗും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. എന്ത് വേണമെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കാം. 8 മാസത്തിൽ കുട്ടികൾ ഒരുപാടൊന്നും കഴിക്കുമെന്നൊന്നും വിചാരിക്കരുത്. 7 മാസത്തെ കഴിക്കുന്നതിനേക്കാളും ചിലപ്പോൾ കുറച്ചും കൂടി കൂടുതൽ കഴിച്ചെന്നിരിക്കും. കാരണം അവർ ഒരുപാട് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന സമയമാണ്. അപ്പോൾ വിശപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരുടെ വിശപ്പിനനുസരിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഡിന്നർ കൊടുക്കാം. ഡിന്നർ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ഫുഡ് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഡിന്നറിനായിട്ട് ഒന്നുമില്ല റൈസ് വിത്ത് വെജിറ്റബിൾസ് കൊടുക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾ മിക്സ്ഡ് കഞ്ഞി കൊടുക്കാം, ഇഡ്ഡലിയോ ദോശയോ സൂപ്പോ കൊടുക്കാം. ഇനി ഉപ്പുമാവൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് കൊടുക്കാം. എന്ത് വേണമെങ്കിലും കുട്ടിക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ് ആയിട്ടുള്ളതും എളുപ്പത്തിൽ ദഹിക്കുന്നതായിട്ടുള്ള എന്ത് വേണമെങ്കിലും ഡിന്നറായിട്ടും കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വരുന്തോറും, അതായത് 8, 9, 10, 11, 12 മാസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ഒരുപാട് കൂടി വരും. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ഇൻട്രസ്റ്റും ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിക്കാനുള്ള ഇൻട്രസ്റ്റും ഒക്കെ കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അവരെ ഒന്ന് ശീലിപ്പിക്കുക, ഇരുന്ന് ഫുഡ് കഴിക്കാനും അതുപോലെ ഫുഡ് കഴിക്കുന്ന അവരുടെ ഒരു ആവശ്യമാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ കഴിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇരുത്തി ഫുഡ് കൊടുത്തില്ല, എപ്പോഴും എടുത്ത് നടത്തി ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അവർക്ക് ശീലമാകും. പിന്നെ ഈ 6, 7 മാസത്തിൽ നമ്മൾ അരച്ച് കൊടുത്തു, 8, 9 മാസത്തിൽ നമ്മൾ ഉടച്ചു കൊടുത്തു, 10-ാം മാസം ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള ഫുഡ് കൊടുത്തു. അങ്ങനെയുള്ള ട്രാൻസിഷൻ കറക്റ്റായിട്ടുള്ള ടൈമിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില കുട്ടികൾ 2 വയസ്സാകുമ്പോഴും അരച്ച ഫുഡ് തന്നെ ആയിരിക്കും കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അവർ ഫുഡ് വായി വയ്ക്കുമ്പോൾ അവർക്ക് ഓക്കാനിക്കാൻ വരുന്നുണ്ട്, അവർക്ക് ഇറക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരിതൊക്കെ തോന്നും. എന്നാലും നമ്മൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അവരത് പതുക്കെ അതുമായിട്ട് ശീലമായിട്ട് അവരുടേതായ പ്രായത്തിൽ, അതായത് പല്ല് വരുന്ന പ്രായത്തിൽ കടിച്ച് തന്നെ കഴിക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെ അവർ കഴിക്കാനുള്ള ശീലമായിക്കോളും. അവർ ചവയ്ക്കാൻ പഠിക്കും, അതുപോലെ അവർ നന്നായിട്ട് ഇറക്കാൻ പഠിക്കും. അങ്ങനെയുള്ളതെല്ലാം നമ്മൾ കറക്റ്റായിട്ടുള്ള ടൈമിൽ തന്നെ ചെയ്യിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഡയറ്റ് പ്ലാൻ കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെയൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.